നമ്മുടെ വായിച്ചത് 88-ാം സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. കൗരവപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നതിൻ്റെ ശീർഷകത്തിൽ കാണുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഇവിടെ ഹസ്രനായ ഹേമാൻ്റെ ഒരു ധ്യാനം എന്നുകൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹേമാൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ട് സ്തോത്രം കൗരവപുത്രന്മാരുടെ കയ്യിൽ പാടുവാൻ ഏൽപ്പിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നത്. കർത്താവ് നമ്മെ ഹല്ലേലൂയ ഈ സങ്കീർത്തന വചനത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്നാം വാക്യം നമുക്ക് വായിക്കാം. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. മരണവക്രത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. സ്തോത്രം. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. സ്തോത്രം. നമ്മൾ ആ വാക്യൊന്ന് പറയാൻ പോലും പലർക്കും മടിയാ. എന്താ കാര്യം? ഈ പറഞ്ഞ കാര്യം ഇല്ലാത്തതുകൊണ്ടാ പറയാതിരിക്കുന്നത് നല്ലത്. ആമേൻ. പഴയ നിയമ ഭക്തന്മാർ അല്ലെങ്കിൽ ഇന്നേക്കൊരു 25-30 വർഷങ്ങൾക്ക് മുൻപ് വരെ ദൈവവചനമാണ് നമ്മെ നിയന്ത്രിക്കുകയും നടത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഒന്നാം സങ്കീർത്തനം വായിക്കുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ വചനം എപ്പോഴാ? സങ്കീർത്തനക്കാരൻ വന്ന് സങ്കീർത്തനം പാടി മഹത്വപ്പെടുത്തുമ്പോൾ മാത്രം കേട്ട് മടങ്ങിപ്പോകുന്നവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ആരാണ് ഭാഗ്യവാൻ? രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് നമ്മുടെ ഉള്ളിൽ ധ്യാനമായിരിക്കണം. സ്തോത്രം. പണ്ടൊരു ഭക്തൻ പറഞ്ഞു, ഒരിക്കലും ബൈബിൾ വായിക്കരുത്. ബൈബിൾ വായിക്കാനുള്ളതല്ല അല്ലേ? പിന്നെ എന്തിനുള്ളതാ? അത് ധ്യാനിക്കാനുള്ളതാണ്. സ്തോത്രം. വായിക്കുന്നത് മലയാള മനോരമ പത്രമോ ബാലരമയോ പൂമ്പാറ്റയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. പക്ഷേ ദൈവവചനം എന്ത് ചെയ്യാനുള്ളതാണ്? ധ്യാനിക്കുവാനുള്ളതാണ്. അതിൽ നിന്ന് അകത്ത് അടങ്ങിയിരിക്കുന്ന എന്നോടുള്ള ദൈവിക ആലോചന എന്ത്? ഹല്ലേലൂയ. അത് ഓരോരുത്തരും ധ്യാനിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം അറിയാം, എൻ്റെ രക്ഷ ദൈവത്തിങ്കിലാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഇപ്പോൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കെല്ലാം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിൻ്റെ വരവ് വാദിക്കലായെന്നുള്ളത്. സ്തോത്രം. ശരിയല്ലയോ? രാമൻ പറയാമോ? എല്ലാവരും പറയുന്നില്ല, കാരണം അത് വലിയ പ്രയോജനം ഇല്ലാത്തുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായി അല്ലേ? സ്തോത്രം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. ലോകരാഷ്ട്രങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ചേരി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഞാൻ ചോദിക്കട്ടെ, നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത. അത് സംഭവിച്ചേ മതിയാകൂ. അത് നടക്കുവാൻ പോകുന്ന ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രവൃത്തിയായി നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കാൻ പോകുകയാണ്. അത് നമ്മളും തമ്മിൽ എന്താ ബന്ധം? അത് നാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എത്ര പേര് അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്? ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുവാൻ, ഇന്ന് വരെ ജീവിച്ചു വന്ന രീതികൾക്ക് ഏതെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? പാസ്റ്റർക്ക് സ്റ്റേജിലേക്ക് ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, ഞായറാഴ്ച വന്ന് ഇരുന്ന് തരുന്നത് തന്നെ വലിയ കാര്യമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് വരുന്നത് സഭയെ കൊണ്ടുപോകാനാണെന്ന് പൊതുവിലുള്ള ആശയമാണെങ്കിൽ ആ സഭ എങ്ങനെയുള്ളതാണെന്നും കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. കർത്താവിൻ്റെ സഭ എങ്ങനെയുള്ളതാണ്? വിശുദ്ധവും നിർമ്മലവുമായ ഒരു മണവാട്ടിയായിട്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിവാഹവേദിയിൽ ശുശ്രൂഷിക്കുന്ന ആ ലീഡ് ചെയ്യുന്ന ദേവദാസൻ വിളിച്ചു പറയാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശേഷമായി അദ്ദേഹം പറയും, ഇപ്പോൾ കൊയർ ഒരു മ്യൂസിക് ഇടുകയും മണവാളനും മണവാട്ടിയും തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പിടത്തിലേക്ക് തനിയെയോ
അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹായത്തോടെയോ വന്നിരിക്കാമെന്ന് പറയുമ്പോൾ അവരെക്കാളും സൗന്ദര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും സാലറിയും അതുപോലെ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ആരും ഓടിക്കേറി വരത്തില്ല. ഈ പെണ്ണിനേക്കാളും ഞാനാണ് മിടുക്കി, ഞാനാണ് നല്ല സാരി ഉടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. ആ ഒരുങ്ങി വന്നിരിക്കുന്നൊരു മണവാട്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങി വന്നിരിക്കുന്നൊരു മണവാളനുണ്ട്. ഹല്ലേലൂയ. അവർ മാത്രമേ ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാൻ യോഗ്യതയുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടുത്ത കല്യാണത്തിനൊന്നും നമ്മൾ ആരെങ്കിലും കയറി നോക്കുക, ഞാൻ വന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. ഡൽഹിയിലാണെങ്കിൽ അവർ അടുത്ത വണ്ടി വിളിക്കും ആഗ്രയിലേക്ക്, അല്ലേ? സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? സഭയാണെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും മേളിലോട്ട് പോകുമെന്ന് ചിന്തിക്കല്ലേ. കർത്താവിനൊരു സഭയുണ്ട്, ദ ചർച്ച് ഓഫ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സ്, ഹല്ലേലൂയ, ആഗോള വ്യാപകമായ ഒരു ദൈവസഭയുണ്ട്. അതിൻ്റെ അംഗമാകുകയാണ് വേണ്ടത്. അതിനുവേണ്ടി വചനം പ്രമാണിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, അടുത്തറിയുവാൻ ഈ ദിനങ്ങളിൽ നാം നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുക. ഇനി ഇപ്പോൾ നമുക്ക് നിലവിളിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും കാര്യമായിട്ടില്ല, അല്ലേ? ഹലോ. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് നിലവിളിക്കേണ്ട ആവശ്യങ്ങളൊന്നും നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നിലവിളിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിലവിളിയുടെ ഫലമാണ് നമ്മൾ ഇവിടത്തോളം എത്തിച്ചത്. അത് നമ്മൾ മറന്നു പോകരുത്. എത്രയോ ബസ് സ്റ്റോപ്പുകളിൽ മാറി മാറി വരുന്ന നമ്പറുകളെ നോക്കി കാത്തിരുന്നിട്ടുണ്ട്. രാവിലെ ഇറങ്ങി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഒരുപക്ഷെ വൈകിട്ടൊക്കെയാണ് തിരിച്ചു ചെന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് സൗകര്യങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നന്മകളെ ദൈവം നമുക്ക് നൽകി. FDകൾ നമ്മുടെ പേരിൽ ഉണ്ടാകുവാൻ തുടങ്ങി. ഇനി ഹല്ലേലൂയ, ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ടും കിടക്കുന്നു. അതുകൊണ്ടൊരു ആവശ്യം വന്നാൽ അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ നാം മടി കാണിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനോട് പറയുന്നത്, അവർ എന്നോട് ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിൽ ഒരു ആരാധന ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആലയത്തിൽ ഹല്ലേലൂയ ഒരു ആത്മീയ സന്തോഷമുണ്ട്. യഹോവയുടെ ആലയത്തിൽ ഒരു നന്മയുണ്ട്. സ്തോത്രം. അത് നാം പ്രാപിക്കുക. വെറുതെ വന്നിരുന്നിട്ട് പോകുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല ദൈവമക്കളെ. രക്ഷ നമുക്കറിയാം, കുടുംബപരമല്ല, സഭാപരമല്ല, പിന്നെ വ്യക്തിപരമാ. ഞാൻ നന്നായി ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷ സഭയുണ്ടെന്നും പറഞ്ഞ് ഒരു റെക്കമെൻഡേഷനും അവിടെ നടക്കത്തില്ല. ഒന്നേ നടക്കത്തുള്ളൂ, കർത്താവ് എന്നെ കൈവിടല്ലേ. അതുകൊണ്ട് ഭർത്താക്കന്മാർ തള്ളിക്കൊണ്ട് നടക്കുന്ന ഭാര്യമാരും, ഭാര്യമാർ തള്ളിക്കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരും, അപ്പനും അമ്മയും കൂടി തള്ളിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോളണം. സ്തോത്രം. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം നാം നയിക്കണം. എന്നിട്ട് ഇവിടെ ദൈവത്തോട് ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ എല്ലാത്തിൻ്റെ സമയങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. രാവും പകലും ഞാൻ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും എല്ലാം നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും സമയങ്ങളെ കണ്ടെത്തി രാത്രിയൊക്കെ, അല്ലേ? അന്ന് പിന്നെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കാൻ സുഖമായിരുന്നു. കാരണം എന്താ? AC പോയിട്ടൊരു കൂളർ പോലും ഇല്ലായിരുന്നു. സ്തോത്രം. ഫാനിൻ്റെ അടിയിൽ കിടന്നല്ലേ, തോർത്ത് നനച്ച് ടൈൽസ് മൊത്തം തുടച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഡൽഹിയിൽ കിടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ തോർത്ത് തന്നെ വീണ്ടും നനച്ച് എൻ്റെ പുറത്തേക്ക് ഇടുമെന്ന് ഉറങ്ങി കിട്ടാനായിട്ട്. സ്തോത്രം. അന്ന് ആ സീന് മാറുമ്പോൾ, ആ നനവൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും ടൈൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ചൂടാകാൻ തുടങ്ങും. സ്തോത്രം. വേർക്കാൻ തുടങ്ങും. എഴുന്നേറ്റിരിക്കുക, പ്രാർത്ഥിക്കുക, കരയുക. അതേ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം എവിടെ വന്നു? ഉറങ്ങുമ്പോഴും നമ്മുടെ നെഞ്ചത്തെന്തുണ്ട്? റിമോട്ടാ, നേരെ വെച്ച് തട്ടുക, തണുപ്പ് കൊടുക്കുമ്പോൾ കമ്പിളി ഇടുക, എന്നിട്ട് പിന്നെ നിൽക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കുക. ഉറക്കം നഷ്ടപ്പെട്ടാൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ അനുഭവം ഇല്ലാത്തതിനായി സ്തോത്രം. ഇല്ല, ഉറക്കം നഷ്ടപ്പെട്ടാൽ പോലും നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുകയാണ്. സ്തോത്രം.
ദൈവമക്കളെ, വിഷയങ്ങൾ ഇല്ലാത്തവരായി എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഹല്ലേലൂയ പ്രശ്നങ്ങളില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ ആരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെല്ലാം കടിച്ചമർത്തി ഹല്ലേലൂയ ഒതുക്കിക്കൊണ്ട് പോകുകയാണ്. സ്തോത്രം. എന്നാൽ എന്താ ചെയ്യേണ്ടത്? വായിക്കാം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? സ്തോത്രം. ഇവിടെ സ്ഥിരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും എന്തു ചെയ്യും? അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? സ്തോത്രം. എന്താ സംഭവം നമുക്കറിയാം. സ്തോത്രം. ഒരുവൻ വന്നിട്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറഞ്ഞതോ, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവയുടെ വിഷയമാണ് ഈ ന്യായാധിപനോട് പല പ്രാവശ്യമായി കാര്യങ്ങളെ പറയുകയാണ്. സ്തോത്രം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒന്ന് വായിച്ചു വിടാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. മതി. സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യമാ അല്ലേ? സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യമാ. ഇതിനോട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റൊരു ആലോചനയാണ്, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ മരിക്കത്തക്ക ദീനം പിടിച്ചു കിടക്കുന്നു. യായിറോസ് ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, എന്റെ മകൾ മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുകയാ. അതവൻ വ്യക്തമായി കണ്ടിട്ടാ യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. പക്ഷേ പുരുഷാരം തിക്കിത്തിരക്കുകയാൽ യേശുവിന് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. സമയങ്ങൾ നീണ്ടുപോകുകയാണ്. ഇതിനിടയിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവൾ സൗഖ്യമായി. എന്നെ തൊട്ടൊരാര് എന്നുള്ള ചോദ്യങ്ങളൊക്കെയായി. ഇത് കഴിഞ്ഞപ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. ഇത് യേശു കേട്ടിട്ട് അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വന്നത് എൻ്റെ അടുക്കലാണോ? വിടുതലുണ്ട്. എന്നെ വിട്ടു പിരിയാതെ ഈ പുരുഷാരത്തിന്റെ തിക്കിലും തിരക്കിലും എന്നോട് ചേർന്ന് നടക്കുന്ന ഹല്ലേലൂയ, നിന്റെ ജീവിത പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും അതിന്മേലൊരു വിടുതൽ തരുവാൻ കഴിവുള്ളവനാ ഇന്ന് പകൽ നിന്നോട് കൂടെ ഉള്ളതെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ചേർന്ന് നിൽക്കുന്നത് യേശുവിനോടാണോ? നിന്റെ പ്രശ്നങ്ങൾ യേശുവിനോടാണോ നീ പറഞ്ഞത്? അവനെയാണോ നീ പിടിച്ചിരിക്കുന്നത്? എങ്കിൽ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ നിന്റെ വിഷയത്തിന്മേൽ പരിഹാരം തരുവാൻ കർത്താവ് മതിയായവനാ. സ്തോത്രം. അവിടെ നിന്റെ ബുദ്ധി ഫലിക്കത്തില്ല, അവിടെ നിന്റെ മസിൽ ചലിക്കത്തില്ല, അവിടെ നിന്റെ പണം ചിലവാകത്തില്ല, അവിടെ നിന്റെ ഡിഗ്രി ചലിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് ചെയ്താൽ മതി, എൻ്റെ യേശുവിനോട് ചേർന്ന് നടന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ഈ സ്ത്രീ വിധവയാണ്. ഇവൾ വന്ന് അസഹ്യപ്പെടുത്തുകയാണ്. ന്യായാധിപന് മനസ്സിലായി, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും വിഷയത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ ഇവൾ വന്ന് എന്ത് ചെയ്യും? സകലരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ മുഖത്തടിക്കും. സ്തോത്രം. അതുകൊണ്ട് അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ വിഷയത്തിന്മേൽ അല്ലേ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി
രക്ഷിക്കയിലട്ടെ. ഏത് വിഷയമായിക്കൊള്ളട്ടെ സഹോദര, സഹോദരൻ, നീ ഭാരപ്പെടുന്നത്, നീ ഞരങ്ങുന്നത്, ഹല്ലേലൂയ, നീ കണ്ണുനീരൊഴുക്കുന്നത്, ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, അതിൻ്റെ യേശുവിൻ്റെ സന്നിധിയിലാണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. സ്തോത്രം. മാനുഷികമായ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കരുത്. സ്തോത്രം. മാനുഷികമായ ഒരു സഹായം നീ പ്രതീക്ഷിക്കരുത്. എനിക്ക് വേണ്ടത് ദൈവികമായൊരു വിടുതലാ. സ്തോത്രം. ഈ മാനുഷികമാകുമ്പോൾ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റത്തില്ല എത്രത്തോളമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവികമാണെങ്കിലോ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാകയാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, ഹല്ലേലൂയ, നമ്മെ സഹായിപ്പാൻ കഴിവുള്ള നല്ലൊരു കർത്താവ് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ വിഷയത്തിന്മേൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചങ്ങ് വിടുക. കർത്താവ് ഇവിടെ പറഞ്ഞല്ലോ, ഉപമയായി പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന്. മടുത്തു പോകരുത്. നമ്മളെയൊക്കെ പിടിച്ചിരിക്കുന്നത് എന്താ? ഞാൻ ചോദിക്കട്ടെ, പിശാചിന് വല്ല മടുപ്പ് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന്? അവൻ പൂർവാധികം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുക അല്ലേ? സോഷ്യൽ മീഡിയ തുറക്കാനേ പറ്റത്തില്ല. പെന്തിക്കോസ്തുകാരാണെന്ന് പറയുവാൻ പൊതുസമൂഹത്തിൽ നമുക്ക് നാണമായി, ലജ്ജയായി തോന്നേണ്ടുന്നൊരു കാലഘട്ടത്തിലേക്ക് നാം വരികയാണ്. എവിടെയും പിശാചിൻ്റെ ഇപ്പോൾ പ്രശ്നം, ഹല്ലേലൂയ, RSSകാരും BJP ബജറംഗദളും മറ്റൊന്നുമല്ല. എവിടെയാ പ്രശ്നം കിടക്കുന്നേ? അകത്താ കിടക്കുന്നേ. സ്തോത്രം. അകത്താ പ്രശ്നങ്ങൾ കിടക്കുന്നേ. എവിടെയാണ് അടി നടക്കുന്നത്? പിശാച് ഇപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഉഴപ്പന്മാരെ എല്ലാത്തിനും പിടിച്ച് അതിനു വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക. സ്തോത്രം. ദൈവമക്കളെ, വേദനയോടെയാണ് നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. എങ്കിലും അറിയണം, ഹല്ലേലൂയ, ശത്രുവിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമായി ഞാൻ നിങ്ങളും തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കേണ്ടി, ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു വാക്കുച്ചരിക്കാവൂ, ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു കാര്യം പ്രവർത്തിക്കാവൂ. ഇല്ല എങ്കിൽ ആരെയെങ്കിലും യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ടാണ് വന്ന് 12 ശിഷ്യന്മാരെ അല്ലേ രാത്രി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രഭാതത്തിൽ എന്ത് ചെയ്തത്? ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തത്. അതിനകത്തൊന്നും ആരായിരുന്നു? യേശു 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വന്നൊരു യൂദയെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. നമ്മളൊക്കെ എന്താ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതിൻ്റെ സാരം, 12-ൽ 1 വെച്ച് കൂട്ടിപ്പോയാൽ പോലും നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ശത്രുവിൻ്റെ കയ്യിൽ കളിപ്പാട്ടമായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ ദൈവത്തോട് പറ്റിയിരുന്നാൽ മതി. എല്ലാവരും വിട്ടുപോട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങൾ മാറി നിൽക്കട്ടെ, പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കട്ടെ. സ്തോത്രം. എന്നാലും ഹല്ലേലൂയ, പിടിച്ചു നിൽക്കുവാൻ കൊള്ളാകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ, തുണ എനിക്ക് യേശുവേ, എനിക്ക് തുണ യേശുവാണ്. ലോകം മുഴുവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നിട്ടും യേശു നമ്മോട് കൂടെ ഇല്ല എങ്കിൽ നാം ഒരു വലിയ പരാജയമാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആമേൻ. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. 22-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. Psalms 22:2. എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടതയെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ആത്മാവിൽ ദാവീദ് ഇവിടെ എഴുതുവാൻ തക്കണമിടയായിത്തീർന്നത്. എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. പ്രശ്നത്തിന്റെ കാഠിന്യ നിമിത്തം ദാവീദ് രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ, ആമേൻ. ഒരുപക്ഷെ ദൈവമക്കളെ, നിങ്ങൾക്കൊക്കെ ഹല്ലേലൂയ പേഴ്സണൽ പ്രെയർ ഒത്തിരി ഉണ്ടായിരിക്കാമെങ്കിലും ദൈവസഭയുടെ ഒരു കൂട്ടായ്മയുള്ളപ്പോൾ അത് മാക്സിമം മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. വരുന്നവർ ഇന്നലെയും രാത്രിയിൽ ചുരുക്കം പേരുണ്ടായിരുന്നു, വെള്ളിയാഴ്ച പകലും ചുരുക്കം പേരുണ്ടായിരുന്നു. അവർ വന്നു പോകുന്നതെല്ലാം വളരെ വേദനയോടെയാണ്. എന്നാൽ ഈ സമയത്തൊന്ന് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, എന്നെ സൊറയും പറഞ്ഞ് അവിടെ ഇരിക്കുക. അരമണിക്കൂർ മാറ്റിവെക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ട മനഃപൂർവ്വമായി. എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ സംബന്ധിച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ, എനിക്കൊരു വിടുതൽ കിട്ടത്തുള്ളൂ, എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ എന്ന് ഒരു ചിന്തയുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ആ സ്ഥിതികൾക്കൊക്കെ ദൈവം വ്യത്യാസം വരുത്തിയപ്പോൾ
ഇപ്പം നമ്മൾ ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ നിൽക്കുക. ആമേൻ, ആമേൻ. സ്തോത്രമൊന്നും വരുന്നില്ല. പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ പറഞ്ഞതല്ലേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എത്ര സ്തുതിച്ചാലും എത്ര നന്ദി ഗ്രഹിച്ചാലും മതി വരില്ല. സ്തോത്രം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 പേര് ആഗ്രയ്ക്ക് പോയി. പ്രിയ പൊളിച്ചാൻ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണല്ലോ. പാസ്റ്റർ രവി ജെയിംസ് ബോൺ മാരോ സർജറി കഴിഞ്ഞിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസന് ഡൽഹി സ്റ്റേറ്റിൻ്റെ വെൽഫെയർ ബോർഡിൽ നിന്നൊരു സഹായം കൊടുക്കുവാനാണ് പോയത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ്. പൊളിച്ചും പറഞ്ഞ് അദ്ദേഹം വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട, സാരമില്ല, നമുക്ക് ഇതിൽ പോകാം, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വണ്ടിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയി 5 പേരും കയറി കഴിഞ്ഞപ്പോൾ വണ്ടി പിക്ക് ചെയ്യുന്നില്ല. ഞാനതിങ്ങനെ മൂപ്പിച്ച് 1-2 കിലോമീറ്ററാണ്, 750 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ ചെന്നു. മാറി ഓടിക്കാൻ പലരും ഉണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ വണ്ടി അങ്ങ് മോശമാകുക. പെട്രോൾ, വെള്ളം കുടിക്കുന്ന പോലെ പെട്രോളും ഗ്യാസും കുടിക്കുക. രണ്ടും കഴിഞ്ഞ് പലയിടത്തും നിർത്തി, എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ എന്നോട് ചോദിക്കുക, ഈ വണ്ടി കത്തിപ്പോകാഞ്ഞത് നിങ്ങൾ ഒരു ഫാദർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഈ മെക്കാനിക് എന്നോട് പറയുകയാണ്, ഞാൻ 38 വർഷമായി ഇതിൻ്റെ ഫീൽഡിലുണ്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുക. വണ്ടി ഇപ്പോഴും കിട്ടിയിട്ടില്ല വർക്ക്ഷോപ്പിൽ, ഇനിയും ചൊവ്വാഴ്ച പോയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ കംപ്ലീറ്റ് ലൈനും കത്തി കിടക്കുക. എന്നിട്ട് വണ്ടിക്ക് തീ പിടിക്കാഞ്ഞതോ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായിട്ട് തോന്നുക. സ്തോത്രം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്നേ, ഒരുപാട് നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ടെന്നേ, നമ്മുടെ തലമുറകളെ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെന്നേ, നമുക്ക് വേണ്ടി ദൈവം കരുതുന്നുണ്ടെന്നേ. ഹല്ലേലൂയ. പക്ഷേ നാം അലസന്മാരായി പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? യഹൂദന് വിരോധമായി ഹല്ലേലൂയ നിയമങ്ങൾ പുറപ്പെടുവിച്ചു എന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനോട് തിരിക്കുന്ന വസ്ത്രം കീറി തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് യഹൂദന്മാർ പാർക്കുന്ന പട്ടണങ്ങളിൽ ചുറ്റും അവൻ നിലവിളിച്ചുകൊണ്ട് നടന്നു. സ്തോത്രം. എസ്തർ വിവരമറിഞ്ഞു. അവനെ രാജധാനിയിൽ വരുത്തി അവനെ വസ്ത്രം ധരിപ്പിക്കുവാൻ ശ്രമിച്ചു. സ്തോത്രം. അവൻ പറഞ്ഞു, വസ്ത്രം കീറിയത് ഹല്ലേലൂയ എനിക്ക് പുതിയ വസ്ത്രം കിട്ടുവാനല്ല ഞാൻ കരയുന്നതോ, ഞാൻ വസ്ത്രം കീറിയതോ എനിക്കെതിരെ ഉണ്ടാക്കിയ, എൻ്റെ സമൂഹത്തിനെതിരെ ഉണ്ടാക്കിയ ആ നിയമത്തിന് ഭേദഗതി ഉണ്ടാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ കണ്ണുനീരോ സ്വർഗത്തിലെത്തുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കണ്ണുനീര് അത് വറ്റിപ്പോകരുത്. സ്തോത്രം. അത് ഹല്ലേലൂയ കണ്ണിലൂടെ തന്നെ കൊണ്ടുവരേണ്ടതാണ്. സ്തോത്രം. 1. 2, അത് മനുഷ്യരുടെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിലാണ് ഒഴുക്കേണ്ടത്. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻപിൽ അത് ഒഴുകട്ടെ. സ്തോത്രം. അവനത് തുരുത്തിയിലാക്കി വയ്ക്കും. അതനുസരിച്ച് അവനത് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യും. നിന്റെ പ്രശ്നം എത്ര വലുതാകട്ടെ, സ്തോത്രം, അത്രയും നീ കണ്ണുനീരൊഴുക്ക്. ആരും അറിയാതെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പ്രാപിച്ചവരായിരുന്നു ഞാൻ നിങ്ങളും. ഇന്ന് നമ്മുടെ തുരുത്തിയൊക്കെ എന്ത് ചെയ്തിരിക്കുക? തുരുത്തിയൊക്കെ മാറാൽ പിടിച്ചിരിക്കുക. എന്തുവാ തെക്കൻ ഭാഷ പറഞ്ഞ ചുക്ലി പിടിച്ചിരിക്കുക. അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചെല്ലുന്നില്ല. അതിനകത്ത് ചില പാറ്റയും ഇതൊക്കെ കയറിയിരിക്കുക. സ്തോത്രം. ഇവിടെ തുരുത്തി നമ്മുടെ കയ്യിൽ തന്നിട്ട് ആ തുരുത്തിക്കകത്ത് എന്തിരിക്കുക? ഇപ്പോൾ ചുക്ലി പിടിച്ചിരിക്കുക. സ്തോത്രം. അത് നനയണം. കണ്ണുനീരുകൊണ്ട് അതിനെ നനയ്ക്കണം. സ്തോത്രം. ദാവീദ് പറഞ്ഞു, രാത്രിയിൽ ഞാൻ കിടക്കയെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്നു. സ്തോത്രം. ജീസസ്. ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ താല്പര്യമുണ്ട്. സമയം നമ്മുടെ മുൻപിൽ കുറവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം വായിക്കാം നമുക്ക്. 88-ാം സങ്കീർത്തനം 3-ാം വാക്യം. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട്, ഇതാ ഇവൻ നിലവിളിക്കുവാനുള്ള കാര്യം. സ്തോത്രം. ആമേൻ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
കഷ്ടതയെ പറയാനുള്ളൂ, അനുഭവിക്കുവാനുള്ളൂ. സ്തോത്രം. ആമേൻ. അത് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജീവൻ പാതാളത്തോട്, ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ കൂടുതൽ അവൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ മരിക്കും, ഇപ്പോൾ മരിക്കും, ഇപ്പോൾ സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അനുഭവമൊക്കെ നമുക്ക് സമയം കിട്ടിയാൽ നല്ലതാ, അല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ക്രമീകരണം പ്രാപിക്കുവാൻ നമുക്ക് ജീവിതത്തിൽ സമയം കിട്ടിയാൽ അതൊത്തിരി നല്ലതാ. പക്ഷെ സമയം കിട്ടണം. ഇന്ന് പലർക്കും കിട്ടുന്നില്ല. സ്തോത്രം, അല്ലേ? പെടുന്നനെ സ്തോത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവമക്കളെ, നമുക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ സമയം കിട്ടുമെന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 13-ാം വാക്യം കൂടി വായിക്കാം നമുക്ക്. എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. സ്തോത്രം. എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. സ്തോത്രം. എത്ര പേർക്ക് രാവിലെ അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവമുള്ളത്? രാവിലെ എന്നിട്ട് ഒരൊറ്റ ഓട്ടോ കിച്ചണിലോട്ട്, അയ്യോ സമയം പോയി. സ്തോത്രം. ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? 13-ാം വാക്യം എന്താ വായിച്ചത്? എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. രാവിലെ തന്നെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വെക്കുകയാ. രാവിലെ ഞാൻ തിരുസന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന വെക്കുകയാ. സ്തോത്രം. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരുന്ന് ഉറങ്ങുന്നവരാ പലരും. പിന്നെ എനിക്കതിനകത്ത് വലിയ വിഷമമൊന്നുമില്ല. പലപ്പോഴും പറയുന്ന പോലെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങാതിരിക്കുന്നവർ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഡോക്ടർമാർക്ക് കൊണ്ട് പക്ഷേ കൺസൾട്ടിങ് ഫീസ് തരാത്തതൊരു വിഷമമുണ്ട് എനിക്ക്. ഈ 2 മണിക്കൂറെങ്കിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഉറക്കുന്നതിനകത്ത്, അല്ലേ? ഡോക്ടർമാർ വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യം ഞങ്ങൾ ചെയ്യുമ്പോൾ കൺസൾട്ടിങ് ഫീസ് തരണം. ഇപ്പോഴെത്ര 1200 2000 ഒക്കെയാണ്. രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് അടുത്തിയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാത്രമേ ഉള്ളൂ. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ആരെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യൻ പ്രശ്നത്തിൻ്റെ നടുവിൽ, അല്ല നമ്മുടെ വേദനയുടെ നടുവിൽ നമ്മെ സഹായിപ്പാൻ കാണത്തില്ല. ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവനോട് പറ്റിയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരവേറ്റവും വാതിക്കലായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുന്നു. അതിനു മുൻപായി നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണം. എന്നാൽ അതിൽ ഹല്ലേലൂയ ആ സമയം അടുക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിപ്പാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. ഇതാകുന്നു ആ സമയം. സ്തോത്രം. ഇതാണ് ആ സമയം. സ്തോത്രം. ഇത്രയും ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ ഇത്രയും നിങ്ങളോട് വരച്ച് കാണിച്ചു എന്നാണ് പറയുന്നത്. വരച്ച് തന്നിരിക്കുന്നു. സ്തോത്രം. എന്നിട്ടും നാം അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന മനോഭാവത്തോടെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നാം ഒരു പരാജയമാണ്. ശത്രു നമ്മിൽ ജയമെടുപ്പാൻ അനുവദിക്കരുത്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. പ്രാരംഭത്തിൽ കുഞ്ഞുങ്ങൾ സാക്ഷി പ്രസ്താവിക്കും. ശേഷമായി സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനുള്ള അവസരമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒടുവിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് മത്തിയങ്കുളോ ചില മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം എല്ലാവർക്കും കുഞ്ഞുങ്ങളെ സാക്ഷ്യത്തിനായി ക്ഷണിക്കുന്നു.
The law of his mouth is better to me than thousands of gold and silver pieces. Psalms 149 verse 1. For the Lord takes delight in his people, he crowns the humble with victory. Amen. Psalms 100 praise the Lord. Psalms 127 verse 1. Unless the Lord builds the house, they labor in vain who builds it. Unless the Lord guards the city, the watchman stays awake in vain. Amen. I know whatever the God does, it shall be forever. Nothing can be added to, nothing can be taken from it. He does it so that man can fear before him. Ecclesiastes 3 verse 14. Please, I would like to thank God for this wonderful opportunity that He has given us in His presence. Since the past 20, God has kept us safe through arms, troubles, and dangers that run away, and I will recite a verse. It is from Proverbs chapter 10, verse 11. The mouth of the righteousness is the fountain of life, while the mouth of the wicked conceals violence. Amen. Hallelujah. 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 Brother Babu, ടി വൈ കുഷ് ബ്രദർ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രിയ എഫ്രൈം ഓസ്റ്റിൻ നാട്ടിലായിരുന്നു. ക്ഷേമത്തോടെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തി ഈ ആഴ്ചയിൽ പല കുഞ്ഞുങ്ങളും കടന്നു വരുന്നു. അവരുടെ യാത്രയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയുള്ളവരായി, ദൈവ വഴിയിൽ നടക്കുന്നവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി, പഠിക്കുന്ന സ്ഥാപനത്തിനും ദേശത്തിനും ഹല്ലേലൂയ മാതാപിതാക്കൾക്കും ദൈവസഭയ്ക്കും കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, ശ്വസിക്കുന്ന വായു എല്ലാം സ്വർഗത്തിൽ ദൈവം ശുദ്ധീകരിച്ചു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരുമായി തീരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ബാബുച്ചാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വലിയവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. ദൈവമേ, ഞായറാഴ്ച രാവിലെ സമയം ഞങ്ങളുടെ പൈതങ്ങളുമായി അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച് നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ ഈ പട്ടണത്തിലായിരുന്നപ്പോൾ കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ ഭദ്രമാകുന്ന ചെറുകടിക്കുള്ളിൽ നീ അവരെ കാത്തു പരിപാലിച്ച് കർത്താവേ. അവരുടെ കർത്താവെ സ്കൂൾ യാത്രയിൽ കർത്താവെ ഭവനത്തിലായിരുന്നപ്പോൾ തനിയായിരുന്നപ്പോൾ ഒക്കെ നിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന് കർത്താവെ നീ അവരെ നടത്തിയ നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പ്രത്യേകാൽ ഞങ്ങളുടെ പല പൈതങ്ങളും ഈ സമയം നാട്ടിലായിരിക്കുന്നു. ദൈവമേ, അവരുമായിരിക്കുന്ന സ്ഥാനങ്ങൾ നീ അവരെ കാത്തു പരിപാലിച്ച് കർത്താവെ ക്ഷേമത്തോടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ പൈതങ്ങൾ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ സഭയ്ക്ക് ഒരു അനുഗ്രഹ വിഷയമായിരിക്കാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അവർ ഈ ആലയത്തിൽ കർത്താവെ അഭ്യസിക്കുന്നതൊക്കെയും കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രാവർത്തികമാക്കുവാൻ നീ അവരെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അവരുടെ പഠനത്തിൽ നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. ദൈവവേദങ്ങളായി വളരുവാൻ നീ അവരെ സഹായിക്കണേ കർത്താവെ. അവരെ ഉപദേശത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളാന്ന് ഞങ്ങൾക്ക് ഓരോരുത്തരും നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ സകല നന്മകളാലും നീ അവിടുന്ന് പൈതങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മണി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ. ആമേൻ. कुछ भी जानू ना तेरे दम से है दुनिया और कुछ भी जानू ना. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा. तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा. चारों तरफ है मेरी तेरी प्रशंसा का
से भर जाए जीवन मेरा, यीशु तेरे वचनों से भर जाए जीवन मेरा। सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा। सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा। तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा। तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा। तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा। तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा। പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ ഒരു പകൽക്കാലം കൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് തന്ന ലഭ്യസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേക കർത്തൃദാസനോടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനും കുടുംബത്തിനും ഞങ്ങൾക്കുള്ള നന്ദിയും വന്ദനത്തെയും അറിയിച്ചുകൊള്ളുന്നു. It is always a joy to be here. Feel a homely atmosphere when I come across. ഞാൻ വിചാരിച്ച എന്തിനാ 2 മൈക്ക് എന്ന് സംസാരിക്കാൻ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടെ ഇരുന്നു. ഞങ്ങൾ മകൻ്റെ അടുത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് കടന്നുപോയി. ജെമി പറഞ്ഞതുപോലെ we were not so keen to go there. Rather, ഞാൻ മോള് വിളിക്കുമ്പോൾ we are excited. I really am excited to go there. പക്ഷെ ഇവിടെ there were some constraints, but we put everything before God, and God has guided us, helped us, protected us, brought us safely back to our place. Thank God. അവിടെയുള്ള സഭയ്ക്ക് വേണ്ടി ഇവിടെയുള്ള നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. ഒരു കൊച്ചു സഭ, ബട്ട് ദേ ആർ വെരി ആക്റ്റീവ്. എല്ലാം എക്സെപ്റ്റ് ഫോർ 1 ഫാമിലി, ഓൾ ആർ യങ്സ്റ്റേഴ്സ്. ഒരു സീനിയറേ ഉള്ളൂ, ബാക്കിയെല്ലാം യങ്സ്റ്റേഴ്സാണ്. ഇറ്റ് ഈസ് റിയലി ജോയ് ടു സീ ദാറ്റ് എവ്രി വൺ ടേക്സ് പാർട്ട് ഇൻ ദ സർവീസ്. ഞായറാഴ്ച ഒരു ആരാധനയെ അവർക്ക് ഖാസായിട്ടുള്ളൂ. അതിനകത്ത് എല്ലാവരും ടേൺ ബൈ ടേൺ അതിനകത്ത് actively taking part. That is a joy. Probably you may not believe, Denny is also contributing. He is in full music. He is in charge. Praise God. We are really happy to see all those things. Turning back to our 40 lives, 40 years of our married life. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷം കർത്താവ് ഞങ്ങളെ ഐശ്വര്യമായി നടത്തി പരിപാലിച്ചു. ദൈവം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും പരിപാലനത്തെയും ഒക്കെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ആക്ച്വലി വി റിയലൈസ് ദാറ്റ് God was keeping us safe. God was protecting us. It was His hand that had been holding us. ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നു കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളും ആയുസ്സൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങൾ വെൻ ആഷ്ന ആസ്മി, എൻ്റെ ഡോട്ടറിനോട് ചോദിച്ചു, ഡാഡി എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം താമസിക്കാൻ, ഇവിടെയാണോ കേരളത്തിലാണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഉദയപൂരിലാണ് എനിക്കിഷ്ടം. ഷി വാസ് ഫ്ലാറ്റ് because they wanted us back there, and I personally had a lot of enjoyment with my granddaughter. അവളുടെ കൂടെ ഒത്തിരി സമയം അവൾക്ക് വേണ്ടി ചെലവഴിക്കാനും എൻ്റെ സമയത്തിൽ നല്ലൊരു ഭാഗം അവിടെ അങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ സഹായിച്ചു. ഇനി ഞാൻ ചെല്ലുമ്പോഴേക്കും അത് കിട്ടത്തില്ല, കാരണം ഷീ വിൽ ബി
going to class 1, then all 5 days she'll be going to school. Now has to attend school for 5 days in 15 days. In 1 week, 2 days, and other week, 3 days for 3-4 hours only. അപ്പോൾ ഞങ്ങളിങ്ങനെ മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ നയിച്ച് നടത്തേണ്ടതിന് നിങ്ങളുടെയും പ്രാർത്ഥനയെ സഹകരണത്തെയും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാത്രി വേണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് അയർലൻഡിലേക്ക് പോകണം. When people started asking us, when we are going to Delhi back, and after 4 days we are again flying to Ireland. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഡൽഹി പോയാൽ നിങ്ങൾക്ക് വീടുണ്ടോ താമസിക്കാൻ? ഞാൻ പറഞ്ഞു, പ്രശ്നം ഇത് അവിടെ പോയിട്ട് എവിടെ താമസിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനോ പ്രയാസം. ഞങ്ങൾക്ക് ഒത്തിരി വീടുകളുണ്ട്. Praise the Lord. എല്ലാ ആത്മീക സന്തോഷത്തിനും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും സ്നേഹത്തിനുമായി വീണ്ടും ഞാൻ ദൈവമുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അല്പസമയത്തെ തിരുവചനത്തെ ധ്യാനത്തിനു വേണ്ടി shall we open the book Gospel according to Mark chapter 13 1 and 2, verse 1 and 2. Someone can read for me. അവൻ ദൈവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. Thank you, sister. Father, we thank you for this wonderful time you have given us, Lord. It's a real joy, Lord. It's a privilege also to come into your presence and spend time. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൂട്ടിവരുത്തുന്നതിൻ്റെ ദയക്കായി സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് തരുന്ന വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ആശ്വാസത്തിനും ഉണർവിനും കർത്താവേ ഞങ്ങൾക്കുള്ള ഒരു വാണിംഗ് ആയിട്ടും ഈ വചനത്തെ പരിണമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞങ്ങൾ അവിടെ കടന്നുപോയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ദേവദാസന്മാർ 2-3 ദേവദാസന്മാർ വന്ന് അവിടെ ഓരോ ദിവസത്തെ വചനം 2-3 ദിവസങ്ങളിലെ വചന ശുശ്രൂഷ അനുഭവിപ്പാൻ്റെ കൊണ്ടിടയായിത്തീരുന്നു. ഫെയ്ത്ത് ബ്ലസ്സൻ ലേറ്റസ്റ്റ് വന്ന് അവിടെ 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ. ചെറിയ ഗ്രൂപ്പിലൊക്കെ അവർ സംസാരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. തോമസ് ഫിലിപ്പ് പാസ്റ്ററോടെ വന്നിരുന്നു. പുള്ളിക്കാരന് 2-3 ദിവസം ഞങ്ങളോട് കൂടെ അവിടെ അവരുടെ കമ്പനി എൻജോയ് ചെയ്യാൻ തക്കനിടയായിത്തീരുന്നു. പിന്നെ സുനിൽ സക്കറിയ ICPF-നോടുള്ള ബന്ധത്തിൽ അവിടെ അഡ്ലീഡ് വന്നപ്പോൾ അവിടെ വന്ന് ആ ദേവദാസനുമായിട്ട് ഒരു റിയൽ പേഴ്സൺ ടു പേഴ്സൺ ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ആയിരിക്കാനൊക്കെ ദൈവം അവസരങ്ങളെ തന്നു. ഈ വായിച്ച വചനത്തിൽ യേശു ആ ദേവാലയത്തിലേക്ക് ആ ആഴ്ചയിൽ തന്നെ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് പോയിച്ച് ഇറങ്ങി വരുന്നത്. ആദ്യം യെരുശലേമിലേക്കുള്ള വിജയപ്രവേശനം നമുക്ക് കാണുവാനൊക്കെ കഴിയുന്നു. അങ്ങനെ ദേവാലയത്തിൽ പോയി പിന്നെ ഒരു പ്രാവശ്യം പോയി ചാട്ടയെടുത്ത് ദേവാലയമൊക്കെ ക്ലീൻ ചെയ്യുന്നൊരവസരം നമുക്ക് കാണാം. ഇത് 3-ാമത്തെ പ്രാവശ്യം നമ്മളവിടെ വായിക്കുന്നത് യേശു ഭണ്ഡാരത്തിൽ ഒന്നുകൂടെ വായിക്കാം. സോറി സിസ്റ്റർ, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 42 വായിച്ച. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ അതിന്റെ മേളത്തെ വാക്യം. പിന്നെ യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. യേശു വന്ന് ആലയത്തിൽ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ദൈവാലയത്തിലേക്ക് വന്നിട്ട് നമ്മൾ നോക്കുന്നു, നമ്മളെ നോക്കുന്നു. വി look unto God and God also is keen to see what exactly we are. നമ്മൾ ദൈവസന്നിധിയിൽ വന്നതിനാണ് വാട്ട് വി ഹാവ് ബ്രോട്ട് ഇൻ ടു ഹിസ് പ്രസൻസ്, ഹൗ വി ആർ സ്പെൻഡിങ് ടൈം ഇൻ ഹിസ് പ്രസൻസ്, ഈവൻ ദോ ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് പീരിയഡ്, വെരി സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്, സച്ച് എ അറേഞ്ച്ഡ് മാനർ വി ഡു മാനേജ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ വളരെ ഹ്രസ്വമായ സമയം, പരിമിതമായ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം എങ്ങനെ ആ സമയങ്ങൾ ചിലവഴിക്കുന്നു, നാം ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഭണ്ഡാരത്തിൽ എന്തൊക്കെ ഇടുന്നു. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓഫറിംഗ് ബോക്സ്, സ്വോത്രാഴ്ചയെപ്പറ്റി ഞാൻ പറയുകയല്ല. പക്ഷേ ദൈവാലയത്തിലേക്ക് വന്നിട്ട് ദൈവത്തിന് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ വന്നതിൻ്റെ പർപ്പസ് എന്തായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറയാറുണ്ട്, വി ആർ നോട്ട് അറ്റൻഡിങ് എ സോഷ്യൽ ഗ്യാതറിങ്. In fact, we have come to such a place. എബ്രായ ലേഖനത്തിൽ എങ്ങനെയാണ് പറയുന്നത്?
സ്ഥൂലമായതും തീ കത്തുന്നതുമായ ആ പർവ്വതത്തിലേക്ക് ഒരു മൃഗമെങ്കിലും തൊട്ടാൽ കല്ലെറിയണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെയാ? ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിലേക്കാണ് ദൈവം നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ നോട്ടം, ഞാൻ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർ യേശുവിനോട് എന്താ പറഞ്ഞത്? ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്താ പറഞ്ഞത്? എങ്ങനെ സിസ്റ്റർ ഫസ്റ്റ് വേഴ്സ് വായിച്ചത്? എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം 21-ാം അധ്യായത്തിൽ വിവരിക്കുമ്പോൾ ആദ്യം വിധവയുടെ കാശിടുന്ന യേശു പറഞ്ഞിട്ട് അടുത്തതായിട്ടാണ് യേശു ഭാവി കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം യേശു അവിടെ ഉദ്ധരിക്കുന്നത്. അവിടെ ചിലർ യേശുവിനോട് ചോദിച്ചു ലൂക്ക എഴുതുമ്പോൾ, മർക്കോസ് വളരെ ക്ലിയർലി ഹി ഈസ് റൈറ്റിംഗ് ദാറ്റ് ഹിസ് ഡിസൈപ്പിൾസ്, യേശുവിനെ അനുഗമിച്ചിരുന്ന, യേശുവിനെ കൂടെ നടന്ന് ശുശ്രൂഷിച്ചിരുന്ന, ശുശ്രൂഷകൾ അനുഭവിച്ചിരുന്ന അവർ ആലയത്തിൽ പോയിട്ട് മടങ്ങി വരുന്നപ്പോൾ അവരെന്താ പറയുന്നത്? ഈ ആലയത്തെ കണ്ടു. ആലയത്തിനെ കുറിച്ച് യഹൂദന്മാർക്ക് വലിയൊരു അഭിമാനമുണ്ട്. അവരുടെ ആലയം എന്ന് പറഞ്ഞാൽ വെറും അവരുടെ അഭിമാനം മാത്രമല്ല, അവരുടെ ഒരു ശക്തിയുടെ ഒരു കേന്ദ്രം കൂടെ, സ്രോതസ്സും കൂടെയാണ്. അവർ ആലയം കാണുമ്പോൾ അവർ എന്താ മനസ്സിൽ എന്താ അവരുടെ ആഗ്രഹം എന്താ അറിയാമോ? വി ആർ ഗോയിങ് ടു ഹാവ് അവർ കിങ്ഡം. ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ബോധ്യം അവരുണ്ടായിരുന്നു. ആ സിറ്റുവേഷൻസ് കാണുമ്പോൾ നമുക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോയും. എന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് രണ്ട് കാലങ്ങൾക്കിടയിൽ, പഴയ കാലം, ഇൻ പാസ്റ്റ് ടൈംസ് ആൻഡ് ഫ്യൂച്ചർ ടൈം, ഇതിനിടയിലുള്ള പ്രസൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാസ്റ്റിൽ നമുക്ക് ഒരുപാട് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് വി ഹാവ് ഗോട്ട്. ചില മിനിസ്ട്രീസൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൗ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ചേഞ്ച്ഡ്, ഇത് ഇങ്ങനെ കണ്ടിന്യൂ. ബട്ട് ആഫ്റ്റർ എ വൈൽ വാട്ട് വി സീ, ദർ ഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്, ടേണിങ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. അമേരിക്ക ചില സമയത്തൊക്കെ അമേരിക്കയിലെ പ്രസിഡൻസിയൊക്കെ വന്നു കഴിയുമ്പോൾ ലോകത്തിൻ്റെ പോക്ക് ഒരു പ്രത്യേക ഡയറക്ഷനിലായിരിക്കും. കറൻ്റ്ലി ഇറ്റ് ഈസ് ഓൾ ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ നമ്മൾ കാണുന്നത്. ഇന്നലത്തെ രാത്രി ഷാജി ബ്രദർ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പറയായിരുന്നു, അമേരിക്ക ഇന്നലെ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞു. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബൈ ദ ടൈം വി ഡോണ്ട് നോ, വി കാൻറ്റ് ഈവൻ പ്രെഡിക്റ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ ഈ ആരാധന കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ പടപടാന്ന് വി ആർ നോട്ട് അറ്റ് ഓൾ കൺഫേംഡ്. നമുക്ക് പറയാനൊക്കത്തില്ല ഇന്ത്യ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് ഇപ്പം നമുക്ക് പറയാനൊക്കത്തില്ല. യേശു പറയുന്നത്, ആലയത്തെ കണ്ടിട്ട് യേശു എന്തോ പറഞ്ഞത്? ഈ കല്ലിന്മേൽ അവർക്ക് ശിഷ്യന്മാർക്കത് കാണുമ്പോൾ ആലയത്തിൻ്റെ കല്ല്, അതിൻ്റെ മനോഹരത, അതിൻ്റെ ബലം, അതിൻ്റെ പണി, അതിൻ്റെ മഹിമ, ഇതൊക്കെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആലയങ്ങളിൽ പോയി ആരാധിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും? ചിലരോട് നമ്മൾ ആരാധന കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ ചോദിച്ചാൽ നമുക്ക്, ഇന്ന് ആരാധന വളരെ റിയലി വി എൻജോയ്ഡ് ഇറ്റ്, വി ഹാവ്. ചിലരോട് ചോദിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ പോകുന്നു, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ലൈഫ് ആസ് എ മെഷീനറി, അതിന് കീ കൊടുത്ത് വെച്ചിരിക്കുന്ന പോലെ, ബിക്കോസ് ഇറ്റ് ഈസ് സൺഡേ വി ഗോ. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ഒരു ഭക്തൻ്റെ ഹൃദയത്തിലെ വാഞ്ചേതായിരുന്നു, വെൻ ക്യാൻ ഐ. നമുക്കെപ്പോഴും ആലയത്തെക്കുറിച്ചുള്ള ഒരു എരിവുണ്ടാകണം, ആരാധനയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. നമ്മൾ എവിടെയായിരിക്കുന്നത്? ഈ വിധവയുടെ പേരോടെ പറഞ്ഞല്ലോ, ആ വിധവയെ പറയുന്നത് വെറും വിധവയല്ല, ദരിദ്രയായൊരു വിധവ. ഒരു സ്റ്റെപ്പും കൂടെ താഴെ. പക്ഷെ അവളെന്താ ചെയ്തത്? അവൾക്കുള്ളതെല്ലാം അർപ്പിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ കണ്ടെക്സ്റ്റിൽ നമുക്കത് ചിന്തിച്ച് നോക്കാം. നമ്മൾ വന്നിട്ട് നമ്മൾ ദൈവത്തെ ശരിയായിട്ട് ആരാധിപ്പാൻ കഴിയാതെ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ സമയവും ശ്രദ്ധയും ചെലവഴിച്ച് നഷ്ടപ്പെടുത്തി നമ്മൾ വേസ്റ്റ് ചെയ്ത്, ഒരു വാചകം കൂട്ടി പറഞ്ഞാൽ വേസ്റ്റ് ചെയ്ത് കടന്നു പോകുന്ന സമയമാണോ നമ്മുടെ ജീവിതത്തിൽ? ടു ഗിവ് ഫുള്ളി
ഹോളി കംപ്ലീറ്റ്ലി. യേശു അവിടെ നിന്നിട്ടൊരു പ്രവചനം പറയുക, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോവാന്ന്. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ക്യാൻ യു റീഡ് പ്ലീസ് 33 ഓൾസോ? 13-33 വായിക്കും. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശു അത് പറഞ്ഞു. എന്താ? ശേഷിക്കാതെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന ഒരു കാലം വരുന്നു. ആ കാലം എപ്പോഴാണെന്നാ ചോദിക്കുന്നത്. നമുക്കൊരു ഇടയ്ക്കൊക്കെ ഒരു മനസ്സിലൊരു ചോദ്യം, നമ്മൾ വചനം അറിയാവുന്നവരായതുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ല, ചോദിക്കാനുള്ള അർഹതയില്ല. പിന്നെ വചനം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെയും വചനം വായിക്കാതെയും ധ്യാനിക്കാതെയും ഒക്കെ നടക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടെന്നുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കർത്താവിൻ്റെ നാൾ കളന്, അത് വരും. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് ചിലർ സംശയിക്കുന്ന പോലെ, വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗോഡ് ഹാസ് ഗോട്ട് ഹിസ് പ്ലാൻസ്. അത് തക്ക സമയത്ത് ദൈവം അത് നിർവഹിക്കും. ആ സമയത്തെക്കുറിച്ചുള്ളൊരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന സിറ്റുവേഷൻസ് എല്ലാം മാറുമെന്ന് ചിലപ്പോഴൊക്കെ. വെൻ ഐ ലുക്ക് ബാക്ക് ടു ഓൾഡ് ഡേയ്സ് വെൻ ഐ വാസ് ഇൻ ഉജ്ജയിൻ, ഞങ്ങൾ ഉജ്ജയിനിൽ പോയി താമസിച്ചിരുന്ന 87 to 97 ഉള്ള 78 to 87 ആ കാലഘട്ടത്തിൽ, ടുവേഴ്സ് ദ എൻഡ്, പ്രോബ്ലി 85 ആണ് നമ്മുടെ മാരുതി 800 ഇറങ്ങിയത്. മാരുതി 800 ഇറങ്ങിയപ്പോൾ അതൊരു സംഭവമായിരുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ എന്താ പറയുന്നത് മാനേജർ, ജനറൽ മാനേജർ റാഠി, അയാൾക്ക് വേണ്ടി ഒരു മാരുതി 800 ബ്ലാക്കിൽ വാങ്ങിച്ചു. അന്ന് ആ മാരുതി 800-ന് 55,000 രൂപയായിരുന്നു വില. അതിന് 50,000 രൂപ പ്രീമിയം കൊടുത്ത് 1,05,000 രൂപ കൊടുത്ത് മാരുതി 800 വാങ്ങിച്ചു. ഞങ്ങളൊക്കെ സ്റ്റാഫൊക്കെ നോക്കി നിൽക്കുകയും മാരുതി ഷൂ എന്ന് പറഞ്ഞ് പോകുന്നത്. അന്ന് അതൊരു സംഭവമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ, ഞങ്ങൾ അയർലൻഡിൽ പോയപ്പം ആദ്യമായിട്ട് അത് കണ്ട് ഒരു സഹോദരൻ വാങ്കളെ ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ടെസ്ലയിൽ കയറ്റിയിരുത്തി കാണിച്ചു. ഒന്നും ചെയ്യണ്ട, കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ചടുപടാന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം ഒന്നും ചെയ്യാതെ തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുക. ഇട്ട പോയിന്റിലോട്ട് മാർക്ക് ചെയ്തു, ഇന്നടത്ത് പോകേണ്ടതെന്ന് മാർക്ക് ചെയ്തു, വണ്ടി പോവുക. നിങ്ങൾ ഇതിനകത്തിരുന്ന് പേപ്പർ വായിക്കുക, കമ്പ്യൂട്ടർ കളിക്കുക, ചെസ്സ് കളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തു. ഇത് പോവാം. അന്നത്തെ മാരുതിയും ഇന്നത്തെ ടെസ്ലയും കൂടെ, ടെസ്ലയെക്കാളും പിന്നെയും അഡ്വാൻസ് BYD എന്ന് പറയപ്പെടുന്നു. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾ മാറത്തില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച്. ഈ കാലം തീരും. 30-ാം വാക്യം വായിക്കാമോ? എൻ്റെ 13:30. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത 31. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. മാറ്റമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ബാക്കി ഭൂമിയിൽ ഇന്ന് കാണുന്നതോ കാണാത്തതോ ആയ സകല സംവിധാനങ്ങളും സകലതും മാറിപ്പോകും. മാറ്റമില്ലാത്തത് ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനം മാത്രം. 119 സങ്കീർത്തനം നമ്മൾ വായിക്കും, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും ദൈവവചനം. ആ വചനത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അതിനെയാണ് അപ്ലൈ ചെയ്യുന്നത്. മൗലിക സിദ്ധാന്തങ്ങൾ, ലോകത്തിലെ പഠിപ്പിക്കലും മൂല്യങ്ങളും ഒക്കെ അതിൻ്റെ സ്ഥലങ്ങൾ അത് കവർ ചെയ്യുമ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത, പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ പാസ്റ്ററെ യേശു പറഞ്ഞ വചനങ്ങളാണ്. ഹല്ലേലൂയ. ഈ ദൈവവചനം പറയുന്നത് വരുവാനുള്ളവൻ വരും,
താമസിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഓർക്കുമ്പം നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, നമുക്കൊരു സമയം ദൈവം തന്നിട്ടുണ്ട്, നമുക്കൊരു കൂടിക്കാഴ്ച ദൈവം തന്നിട്ടുണ്ട്, നമുക്കൊരു സ്വർഗത്തിൽ വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന പല കാര്യങ്ങൾ, സഭയുടെ കാര്യം പറയുമ്പോൾ, ഞാൻ അയർലൻഡിലൊക്കെ പോകുമ്പോൾ പല പ്രാവശ്യം ഗ്രീൻ പാർക്കിൽ ഞങ്ങളുടെ പല എക്സ്പീരിയൻസ് എടുത്ത് പറയാറുണ്ട്. പറയുമ്പോൾ വി ആർ സോ പ്രൗഡ്. ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സഭ, പ്രാർത്ഥനയിൽ കൂടെ മുൻപോട്ട് പോയിട്ടുള്ള സഭ, സ്നേഹിക്കുന്ന സഭ, ഐക്യതയുടെ അഭിമാനത്തിൻ്റെ സഭ. ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഈ വചനം വായിച്ചിങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഭോഷത്തരം എനിക്ക് തെളിയാൻ തുടങ്ങിയത്. കർത്താവേ, ഈ ശിഷ്യന്മാർ പറഞ്ഞു ഇതിൻ്റെ ഭംഗി, അതിൻ്റെ പണിയൊക്കെ, കല്ലിൻ്റെ പണി, അടിസ്ഥാനത്തിൻ്റെ പണിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അന്തം വിട്ടുപോകും. ശലോമോൻ ആദ്യമായുള്ള ദേവാലയം പണിയുന്ന കഥ 5-ാം അധ്യായത്തിലും 6-7 അധ്യായങ്ങളിലൊക്കെ നമുക്ക് 1 രാജാക്കന്മാരിൽ നമുക്ക് വായിക്കാൻ തൊക്കെ കഴിയുന്നു. വിശേഷപ്പെട്ട കല്ല്. അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. 1 രാജ അങ്ങനെ വല്ലാത്തതും കൊണ്ടൊന്നുമല്ല. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ കാണുമ്പോൾ, फिर राजा की आज्ञा से बड़े बड़े अनमोल पत्थर इसलिए खोद कर निकाले गए कि भवन की नींव गड़े हुए पत्थरों से डाली जाए. It was chosen. അതിനെ ചെത്തി മിനുക്കിയെടുത്തത്. ഈ കല്ലിൻ്റെ പണി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വന്ന 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ശലോമോൻ അരമന പണിയുമ്പോൾ ഈ കല്ല് എങ്ങനെ തയ്യാർ ചെയ്തെടുക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനെന്ന് പറഞ്ഞാൽ ഗ്യാപ്പില്ല, വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ല, ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ അകവും പുറവും എന്ത് ചെയ്തതാ, വാളുകൊണ്ട് അറുത്തെടുക്കുന്നത്. someone want to read? 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇവയൊക്കെ അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിൽ വെട്ടി അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത തല്ലിപ്പൊട്ടിച്ചെടുത്ത കല്ലൊന്നുമല്ല. പരുവത്തില് വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ അവന്റെ ചേർച്ച എങ്ങനെയാ വെച്ച് കഴിയുമ്പം. അതുകൊണ്ടാണ് പത്രോസ് 2-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയകരമായി. നമ്മുടെ കാര്യം അവിടെ പറയുന്നത്. സൈസ് വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്, ഹൈറ്റിന് വ്യത്യാസമുണ്ട്, വണ്ണത്തിന് വ്യത്യാസമുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ വേറെ സൈഡ് എങ്ങനെയാ? അറുത്ത്, വാൾ വെച്ച് അറുത്ത്, തട്ടിച്ച് പൊട്ടിച്ച് കളയേണ്ടത് കളഞ്ഞ് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന കല്ല്. അന്നവിടെ യേശു പറഞ്ഞത് ആ നശിച്ചു പോകുന്ന മെറ്റീരിയലി ഉണ്ടാക്കിയ ആലയത്തെക്കുറിച്ചാണെങ്കിൽ, പത്രോസിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ജീവനുള്ളൊരു ആലയത്തെ പറ്റിയാണ്. അതിനും സമയമുണ്ട്. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ മനോഹരമാണെന്നൊക്കെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെയും ഇതിവിടം കൊണ്ടൊന്നും നിൽക്കത്തില്ല. ഇതിന് വലിയൊരു പ്രത്യാശ, ഭാവി പ്രത്യാശ ദൈവം ഭാഗ്യം നമുക്ക് ഉണ്ട്. പക്ഷേ കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ലക്ഷ്യബോധത്തോടുകൂടി നഷ്ടപ്പെടാതെ മുൻപോട്ട് പോകുന്ന ഒരു സഭയായി നമുക്കും മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ 33-ാം വാക്യം ഒന്നും കൂടെ വായിച്ചേക്കാം. ആ സമയം നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഇതില്ല. മർക്കോസ് 13:33 നമ്മൾ വായിച്ച.
ആ കാലം എപ്പോൾ വന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് നിങ്ങൾ അറിയായക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. We have to be always awake. പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ പ്രാർത്ഥിക്കാൻ വിഷയമില്ലാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ലിസ്റ്റുകൾ തരാം. സഭയിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വിഷയമില്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, if somebody is willing to sit and spend time in prayers, I can provide you a long list of needs of this day. നിങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ എന്തുവാ കാണുന്നത്? 4 വശത്തും ദേവദാസന്മാർ വീടുകൾ കയറി പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഈ ഡൽഹിയിൽ നടക്കാൻ പോവുക. ഇനി അറിയത്തില്ല നമുക്ക് എത്ര നാൾ ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ലോക്കൊക്കെ ഇട്ട് വീഡിയോയൊക്കെ വെച്ച് CCTV ഒക്കെ വെച്ച് എത്ര നാൾ സേഫായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയുന്നില്ല. വി ഹാവ് ടു ബി കീൻ ഇൻ അവർ പ്രേയേഴ്സ്. നമ്മുടെ ലൈഫ് തന്നെ കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെയൊക്കെ വിവരം വെച്ചു. അമേൻ അമേൻ. ഐസക്കച്ചാനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയ. വളരെ കാലങ്ങൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് തമ്മിൽ കാണുവാണ്ടൊക്കെ ഇടയ്ക്ക് ഒരിക്കലോ 2 പ്രാവശ്യം മറ്റും ഫോണിൽ സംസാരിക്കാൻ പറ്റി. ചിലപ്പോൾ എവിയോടൊക്കെ ഒന്ന് വിളിക്കാൻ തോന്നും. പ്രൈസ് ദി ലോർഡ്. നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസം, ആ പ്രത്യാശയിൽ നാം കാക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഇറാഖുമായിട്ടുണ്ടായ 1ാമത്തെ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം ഇറാഖിനെ വളരെ കടന്ന് ആക്രമിച്ച് അവസാനം ഇറാഖ് കീഴടങ്ങി, ഡിക്ലെയർ ചെയ്തു സറണ്ടർ ഡിക്ലെയർ ചെയ്തപ്പം അവിടെ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ട് ഒരു ഫൈറ്റർ ജെറ്റ് പറത്തിയ 300 സോട്ടീസ് ചെയ്ത ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. ആ പൈലറ്റ് റോബിൻ എന്നിട്ടാണ് അയാളുടെ പേര്. അയാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയാൾക്കൊരു ഓണർ കൊടുത്തു. യു ക്യാൻ ഫ്ലൈ യുവർ ഫൈറ്റർ ജെറ്റ് ബാക്ക് ടു യുവർ ഹോം. അയാളും അയാളുടെ കൂട്ടുകാരും കൂടെ ആ ഫൈറ്റർ ജെറ്റ് നേരെ പെൻസിൽവാനിയയിലേക്ക് പറപ്പിച്ചിട്ട് അവിടെ ചെന്നിറങ്ങി അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് ഒരു വണ്ടി സന്നാഹമായിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഓരോൻ്റെ വീട്ടിലേക്ക് പറപ്പിച്ചു. ഭയങ്കര സന്തോഷത്തോടെ പറപ്പിച്ച് വീടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നത്തിങ് സ്പെഷ്യൽ. ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് പോകാനായിട്ട് എല്ലാവരും ഡ്രസ്സ് എല്ലാം റെഡിയായിട്ട് നിൽക്കുന്നു. കുഞ്ഞുങ്ങൾ ഡാഡി എന്ന് പറഞ്ഞ് അവർ ഓടി വന്ന് ഡാഡിയെ ഹഗ് ചെയ്യുന്നു. അയാൾ നോക്കുമ്പോൾ അയാളുടെ ഭാര്യ നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, ഒരു മഞ്ഞ ഉടുപ്പൊക്കെ നല്ല ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഫുൾ മേക്കൊക്കെ ഇട്ടുകൊണ്ട് അവൾ ഓടി വന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു സെറ്റ് ബാക്കായി പോയി. ഞാൻ സർപ്രൈസായിട്ട് ഇവർക്ക് കൊടുക്കാനിരുന്നത് ഇവർക്ക് എങ്ങനെ നേരത്തെ അറിവ് കിട്ടി? എൻ്റെ ആ സർപ്രൈസ് അങ്ങ് ഫ്ലാറ്റായി പോയല്ലോ എന്ന്. അവളോട് ചോദിച്ചു, നിന്നോടിത് ആര് പറഞ്ഞു ഞാൻ വരുന്നു എന്ന്? അപ്പോൾ പറഞ്ഞു, യുദ്ധം തീർന്നു എന്നുള്ള ന്യൂസ് ഞങ്ങൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ മടങ്ങി വരും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. Are we prepared? Are we ready? Each and every day of our, not simply a day, every moment of our life. നാം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, നാം ആയിരിക്കുന്ന ഏതു നിമിഷത്തിലും കാഹളനാദം കേൾപ്പാറായി, കാന്തൻ വരാറായി, കണ്ണുനീർ തീരാറായി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലെ നന്ദിയുള്ളവരായി ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവവഴികൾ നടക്കുവാനും ഏകര ദൈവരാജ്യത്തിലേക്ക് അംശങ്ങളാക്കി തീർക്കുവാനും ദൈവം നമ്മെ തുണയ്ക്കേണ്ടതിനെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കേൾപ്പിച്ച നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, അല്ലേ? കഴിഞ്ഞ സൺഡേയിൽ നാം അതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു വിട്ടു. കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർത്ത് കളയുന്നൊരു കാലമുണ്ട്. AD 70 തീത്തോസിനാൽ ആ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു.
അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നാം കഴിഞ്ഞ സൺഡേയിലും ചിന്തിച്ചു. എന്തായിരുന്നു? സ്വർണം കൊണ്ട് ദാവീദിൻ്റെ കഷ്ടകാലത്തിൽ 1,00,000 താലന്ത് പൊന്നാണ് അവൻ അതിനു വേണ്ടി കൊടുത്തത്. ഏകദേശം 34 ലക്ഷം കിലോ സ്വർണം. അത് കണ്ടിട്ടാ അവർക്ക് പൊളിക്കുവാനായി തോന്നിയത്. മഹത്വമായി തീരണം. ദാവീദിൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു ദേവാലയം ഈ ഭൂമിയിൽ ഉണ്ടാകരുത്, അതിൻ്റെ മഹത്വം വലിയതായിരിക്കണം. ഞാനതന്ന് ഇതിൻ്റെ ഫുൾ സന്ദേശം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ആ ദൈവാലയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ് അതിലൊന്ന് എന്താകുമായിരുന്നു? ഈ ദൈവാലയമാകുമായിരുന്നു. സ്തോത്രം. അത്രയും മഹത്വകരമായി അല്ലേ? 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പിന്നെ തൂക്കം ഇല്ലാത്ത താമ്രവും ഇരുമ്പും മരവും കല്ലൊക്കെ പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ട് അത് പണിതെടുത്ത് അത്രയും മനോഹരമായ ഒന്നായിരുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളിലാ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ 34 ലക്ഷം കിലോ സ്വർണം കൊണ്ട് പണിത, ഹല്ലേലൂയ, 34 ലക്ഷം കോടി കിലോ വെള്ളി കൊണ്ട് പണിത ഈ ദേവാലയമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഞാനും നിങ്ങളുമെന്ന ദൈവാലയമാണ്. സ്തോത്രം. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. സ്തോത്രം. അതിനകത്ത് വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദിവസങ്ങൾ നമുക്കൊരുങ്ങാം. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Proverbs 24:10, 24:10, സദൃശ്യവാക്യം 24:10. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മതി. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ദൈവമക്കൾ, ഈ കാലഘട്ടം കുഴഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും എത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊന്നെടുക്കുമ്പോഴും എന്തിനൊന്ന് നാം തിരിയുമ്പോഴും അവിടെ എല്ലാം നമുക്ക് നിരാശയുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥമായി ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ദൈവ പൈതലേ, വചനം പറയുകയാണ്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടമാ. അപ്പൊ കഷ്ടകാലത്ത് കുഴഞ്ഞു പോകുന്നൊരു ബലമല്ല ഞാൻ നിങ്ങൾ സ്വീകരിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിൽ നമ്മെ നിലനിർത്തുന്ന, ഹല്ലേലൂയ, ഏതൊരു അനുഭവത്തിലും നമ്മെ പിടിച്ചു നിൽക്കുമാറാക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. രോഗങ്ങൾ കടന്നു വരട്ടെ. രോഗമില്ലാത്തവരാരാ ഉള്ളത്? സ്തോത്രം. സമ്പത്ത് നമ്മുടെ കൈവശം ഇല്ല. നിത്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ നമ്മുടെ കൈവശം ഉള്ളന്നേ. നമ്മൾ പിന്നെ ഈ പോളിഷ് കാണിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ലാത്തവരാ. നമ്മുടെ കയ്യിൽ അങ്ങോട്ട് ജീവിച്ചു പോകാന്നുള്ള നല്ലൊരു അസുഖം വന്നാൽ തീരാവുന്നതൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളൂ. FD ഇട്ടെന്ന് പറഞ്ഞാലും അതൊക്കെ അങ്ങ് തീരും. പക്ഷേ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയില്ലാത്ത, നഷ്ടപ്പെടുവാൻ ഹല്ലേലൂയ നാം പരിശ്രമിക്കേണ്ടത് നാം പ്രാപിച്ചിരിക്കുന്ന ബലമാ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയും കടന്നു വരട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, ജോസഫ് ഒരു ദർശനം കണ്ടിരുന്നു. അതവന്റെ പിതാവിനോട് പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള 13 അധ്യായങ്ങളിൽ ജോസഫിന്റെ ചരിത്രം നീണ്ടു കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അനുഭവിച്ചു വന്ന കഷ്ടതകൾ ചെറുതൊന്നുമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. പക്ഷേ വചനം പറയുന്നു, ഇവ ഒന്നിലും അവൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ അവൻ കടന്നുപോയ സാഹചര്യം എന്തെല്ലാമായിരുന്നു? ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിലിട്ടു സഹോദരന്മാർ. അതിനുശേഷം പോത്തിഫറിന്റെ ഭവനത്തിൽ വിറ്റു. അവിടുന്ന് കാരാഗൃഹത്തിൽ ചെന്നു. ഈ കാരാഗൃഹത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില ഗുണ്ടകളുണ്ട് അല്ലേ? കയറി ചെല്ലുമ്പോൾ തന്നെ വന്നല്ലോടാ ഒരുത്തൻ, കൊള്ളാം, കുഴപ്പമില്ല, നടയടി അടിച്ചിട്ടേ കയറ്റത്തുള്ളെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏത് ജയിലിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വലിയ ഇരുമ്പ് ഗേറ്റ് ആണെങ്കിൽ പോലും ഒരു പ്രതി കയറിപ്പോകേണ്ട ഗേറ്റ് എങ്ങനെയുള്ളതാ? ഒരു കുഞ്ഞു ഗേറ്റാ എന്ന് പറഞ്ഞാൽ നീ തല കുനിച്ച് വേണം അകത്തോട്ട് കയറാൻ. ഇനി രാജാവാണേലും മന്ത്രിയാണെങ്കിലും നീ പ്രതിയാണോ, നീ തല കുനിച്ച് വേണം അതിനകത്തോട്ട് കയറാൻ. ആ കയറി അങ്ങ് ചെല്ലുമ്പോഴേക്ക് ഒരെണ്ണം അങ്ങ് കൊടുക്കും, അടങ്ങി ഒതുങ്ങി കൂടെ കടന്നോളണം. നടയടി അടിക്കണമെന്ന് പറയും. സ്തോത്രം.
ജോസഫിന് കിട്ടിക്കാണുന്നു. പക്ഷേ അവിടെയും കാരാഗൃഹ സംഭവം നാം പഠിക്കുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ, യഹോവ അവിടെയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ ബലം നഷ്ടപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ പ്രാപിച്ചൊരു ദർശനമുണ്ട്. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവന് നമസ്കരിക്കുന്ന ഒരു ദർശനം അവന്റെ മുൻപിലുണ്ട്. ആ ദർശനത്തിന് വേണ്ടി എന്ത് കഷ്ടം സഹിക്കുവാനും അവൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് വചനം പറയുന്നത്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ ബലം നഷ്ടമാണ്. ദൈവമക്കളെ, നമ്മൾ എങ്ങനെയെല്ലാം സൂക്ഷിച്ച് ജീവിച്ചെന്ന് പറഞ്ഞാലും ഒരു ദിവസം നാം ഇവിടുന്ന്, ഇപ്പോൾ ഇറാൻ്റെ ഭയങ്കര സംഭവം ഞങ്ങൾ ഇപ്പം തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിരുന്നു വെച്ചാൽ പുള്ളിയാ. ഇന്നലെ രാത്രി എന്ത് പറഞ്ഞു? അടിയറവ് പറഞ്ഞു, സമ്മതിച്ചു, ഭരണം മാറ്റത്തിന് തയ്യാറ്. അമേരിക്ക പറഞ്ഞു, വിളിച്ച് പറഞ്ഞു, തകർത്ത് കളയും. നീ എവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്നെ കൊല്ലത്തില്ല. അതുകൊണ്ട് അവൻ തയ്യാറായി ഭരണം മാറ്റത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം മാറുന്നേ. എത്ര അധികാരമുണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ഇത് എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ചെയ്യത്തില്ല. വചനം പറയുകയാണ്, സ്തോത്രം, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ പിന്നെ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ പറഞ്ഞത്. സ്തോത്രം. ഏലിയാവിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലേ? മതി യഹോവേ, മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല, എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് കുഴഞ്ഞുപോയി. കാര്യം എന്താ? ഇസബേൽ എന്ന സ്ത്രീ നോക്കി ഒരു ചിരി ചിരിച്ചു. പൊയ്ക്കോ, നാളെ ഈ നേരമാകുമ്പോൾ നീ കൊന്ന അശ്ശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ നിന്റെ ശവവും വീഴുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പേടിച്ചു പോയി. അതുവരെ സിംഹഗർജനം പോലെ ഗർജിച്ചു കൊണ്ട് നടന്ന ഏലിയാവോ, ഹല്ലേലൂയ, ആ വാക്കിൻ്റെ മുൻപിൽ ഭയപ്പെട്ടു പോയി. അവൻ കുഴഞ്ഞുപോയി. സ്തോത്രം. ദൈവം തൻ്റെ ദൂതനെ അയച്ചു. എഴുന്നേൽക്കാൻ പറഞ്ഞു, തിന്നാൻ പറഞ്ഞു. സ്തോത്രം. നിനക്കിവിടെ വേണ്ടത് അടയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അവനെ തീറ്റിച്ചു, ബലപ്പെടുത്തി. ഇനിയും ചില യാത്രകൾ നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങൾ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് തോന്നിയില്ലേ, നമ്മൾ തീരാൻ പോകുകയാണ്, ഇനി മുൻപോട്ടൊരു ഭാവിയില്ല, ഇനിയൊരു നിലനിൽപ്പില്ല, ഇവിടെ കൊണ്ട് എൻ്റെ തലമുറ തീരും, ഇവിടെ കൊണ്ട് ഞാൻ നശിച്ചു പോകും, ഇവിടെ ഞാൻ ഇല്ലാതായി പോകുവാൻ പോകുകയാണ് എന്നൊക്കെ പലപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് വരെ യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയാണ്. ക്ഷീണിച്ചു പോകരുത്. എവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും നാം ഒരു ദിവസം മരിക്കും. അത് കർത്താവ് മുന്നമേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അന്ന് മാത്രമേ നമ്മുടെ ജീവൻ അപഹരിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അതുവരെയും നാം ഈ ബലത്തോടെ പോകണം. ആമേൻ. മെലീത്ത ദ്വീപിൽ കപ്പലപകടത്തിൽപ്പെട്ട് പൗലോസ് എത്തുമ്പോൾ അവിടെയുള്ള മനുഷ്യർ, അല്ലെങ്കിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് വന്നവരെല്ലാം തണുത്ത് വിറക്കുന്നത് കണ്ടപ്പോൾ ഈ പാവം പിടിച്ച പൗലോസ് ഓടിപ്പോയി. എന്ത് ചെയ്തു? കുറെ വിറക് പെറുക്കി. സ്തോത്രം. അതിനകത്തൊരു അണലി ഉണ്ടായിരുന്നു. അതവൻ്റെ കയ്യിൽ ചുറ്റി. സ്തോത്രം. അവിടെ ഇരുന്നിച്ച ഈ പാരമ്പര്യം നോക്കുന്നവർ പറഞ്ഞു, നീതിദേവി, അതെ, ഭൂമിദേവി ഇവനെ വെറുതെ വിടുന്നില്ല, ഇവൻ കുലപാതകനാണെന്ന് പറഞ്ഞു. സ്തോത്രം. പൗലോസ് അതിനെ പിടിച്ച് നേരെ അതിനകത്തേക്ക് കുടഞ്ഞിട്ടു. ഞാൻ ഓർത്തു, ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ അണലിയും കൊണ്ട് എവിടത്തോളം ഓടാൻ പറ്റുമോ അവിടത്തോളം നമ്മൾ ഓടിയന് അല്ലേ? അണലിയാ ചുറ്റിയേക്കുന്നത്, ചേരയല്ല, അണലിയാ. അയ്യോ അമ്മോ അപ്പോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ഓടും. പക്ഷെ പൗലോസ് എന്താ ചെയ്തത്? കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ സേവിച്ച് നിൽക്കുന്നവനായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ നീ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം. നീ അധികാരികളുടെ മുൻപിൽ നിൽക്കേണ്ടതാണ്. ഈ ജനത്തെ ഞാൻ നിന്റെ കൈവശം തന്നിരിക്കുകയാണ്. ആ ഉറപ്പാണ് പൗലോസിനോട് നിലനിൽക്കുവാൻ കാരണമാക്കിയത്. വാഗ്ദത്തം കേട്ടിട്ടുള്ള ദൈവ പൈതലേ, വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ള ദൈവ പൈതലേ, നിന്നെ തകർത്തു കളയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകരുത്, നീ കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നിനക്ക് നഷ്ടമാ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ശക്തിയുണ്ട്. കടമയല്ല പ്രാർത്ഥന. പിന്നെ അത് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടതിന് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശക്തിക്കായി കാത്തിരിക്കണം. സ്തോത്രം. അത് പ്രാപിച്ചവൻ്റെ മുൻപിൽ ഏത് പ്രതിസന്ധി വന്നാലും അവൻ പിടിച്ചു നിൽക്കും. സ്തോത്രം.
ഒത്തിരി ഭക്തന്മാരുടെ സംഭവമുണ്ട്. നല്ലൊരു സന്ദേശം കേട്ടതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കിലൂടെ നിർത്തട്ടെ. കഷ്ടകാലം നമ്മുടെ മുൻപിൽ വരാൻ പോകുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന ഈ വർഷത്തിൻ്റെ ആരംഭ സന്ദേശമായി നിങ്ങളോട് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നാം കേൾക്കാൻ പോകുന്ന വാർത്തകൾ ഒരിക്കലും നമുക്ക് സുഖകരമാകത്തില്ല, ശുഭകരമാകത്തില്ല. പക്ഷേ നമ്മെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ വണ്ണം ഹല്ലേലൂയ തകർത്ത് കളയുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് ഈ ദിവസങ്ങൾ നമുക്ക്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരാണെന്നുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുന്നത്, ഹല്ലേലൂയ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുന്നത്, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ഹല്ലേലൂയ നമ്മെ തന്നെ വിശുദ്ധിയിൽ വെടിപ്പാക്കിക്കൊള്ളുവാൻ ഹല്ലേലൂയ വിശുദ്ധനായ പൗലോസ് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെടുവാൻ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ അച്ഛൻ കുഞ്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കപ്പെട്ടവൻ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകുവാൻ, മടുത്തു പോകുവാൻ, തളർന്നു പോകുവാൻ നാം നമ്മെ അനുവദിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹവും മനോഹരമായ ഈ വിശുദ്ധ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, അടിയങ്ങൾക്ക് സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പൊന്നുമുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താനൊക്കെയും ദൈവം സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ പട്ടണത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത അവിടുത്തെ വിശ്വസ്തയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം വേണ്ടി ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളോട് അവിടെ ഇടപെട്ട ദൈവപ്രവൃത്തിക്കായി, ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവെ നിന്റെ ദാസന്മാർ കൂടെ കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കുമായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരുടെയും കുറവുകളെ ഓർക്കരുത്. ഞങ്ങളെല്ലാവരോടും അങ്ങയുടെ വിശുദ്ധമായ രക്തം കൊണ്ട് കഴുകി ശത്രുവായവ ഞങ്ങളുടെ മേൽ നോട്ടമിടുവാൻ അനുവദിക്കാതെ, ശത്രു ഞങ്ങളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാ കർത്താവെ അവൻ്റെ പ്രോഗ്രാമുകളെയും കർത്താവെ അവിടുത്തെ രക്തത്താൽ കർത്താവെ ശുദ്ധീകരിച്ച് അതിനെ എടുത്തു മാറ്റി ഞങ്ങളെ ജയോത്സവമായി നടത്തിക്കൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, കടന്നു വന്ന സമയമല്ല ഇതുവരെയും അവിടുത്തെ കർത്താവെ ആത്മസാന്നിധ്യം കൂടെയാണ് നിറച്ചതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, ജീവനുള്ള ആലയമാക്കി കർത്താവ് ഞങ്ങളെ തീർത്തിരിക്കുമ്പോൾ ആ ഞങ്ങളുടെ കർത്താവെ ഈ ജീവനുള്ള ആലയം ദൈവത്തിന് കൊടുക്കേണ്ടതായ, ലഭിക്കേണ്ടതായ മഹത്വവും ദൈവത്തിന് ലഭിക്കേണ്ടതായ പുകഴ്ചയും ഓരോ ദിവസവും അത് ലഭ്യമാക്കിക്കൊണ്ട് അത് കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു കൊള്ളണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ബലം കർത്താവിനെ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, ബലമില്ലാതെ നഷ്ടപ്പെടുന്നവരല്ല, കുഴഞ്ഞു പോകുന്നവരായിട്ടല്ല കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിനെ കർത്താവെ പരിശുദ്ധ ആത്മാവിന്റെ ബലത്തോടെ ആത്മമണ്ഡലത്തിൽ ഇറങ്ങി ഞങ്ങൾക്കതിനെ യുദ്ധം ചെയ്ത് ജയിച്ച് മുന്നേറുവാനുള്ള അഭിഷേകവും ശക്തി കാലങ്ങൾ അവിടുന്ന് പകർന്നു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ അവൻ ഒരുക്കുന്നതായ പദ്ധതികളൊക്കെ ആത്മമണ്ഡലത്തിൽ വിവേചിച്ച് മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിനെതിരെ ജയിച്ച് അല്ലെ കർത്താവെ പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ കഴിയാത്തതായ ഒരു കർത്താവ് വിശുദ്ധ ആലയമായി ദൈവസ്ഥലം എത്തിച്ചേരുവാനുള്ള ദൈവകൃപ അവിടെ തന്റെ ജനത്തിന് മേൽ പകരുമാറാകണം ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ നന്മകളാണ് നിറച്ചാട്ടെ നാഥ. ഇന്ന് പകൽക്കാലം കർത്താവെ സാക്ഷ്യവാചകത്തിൽ കൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ തൊടുമാറാകണമേ. ശാരീരികമായ പ്രയാസം, ക്ലേശം അനുഭവിക്കുന്നതിനെ വിടുവിക്കണമേ. അത്ഭുതത്തിന്റെ ദൈവമേ, നിന്റെ സൗഖ്യം അവിടെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ധാരാളമായി പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ യേശുനാഥനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിവിധമായ വിഷയത്താൽ ഭാരത്താൽ ഒക്കെ കടന്നു വന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം പുതുതായി ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് കൂട്ടിവരുത്ത സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അടിയങ്ങളോട് കൂടെ ഒരുമിച്ചായിരിക്കുമ്പോൾ വലിയ ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ച് ആ വലിയ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട് അല്ലെങ്കിൽ കർത്താവ് ആത്മാവില് ആ ശക്തമായ ദൈവത്തെ ആരാധിച്ച് മുന്നേറി അല്ലെങ്കിൽ കർത്താവിന് പ്രയോജനമുള്ള ഒരു കുടുംബം
കുടുംബമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ പോക്കിലെ വരവിലെല്ലാം നിന്റെ സാന്നിധ്യം കൃപയും കൂടി ഇരുന്ന് കർത്താവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഗിഫ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മകളുടെ ശരീരത്തിൽ ചില പ്രയാസങ്ങളാൽ താൻ കഷ്ടം അനുഭവിക്കുന്നു കേൾക്കുവാൻ ഇടയായല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ശരീരത്തിൽ ആ വാദിച്ചു നിൽക്കുന്നതായ രോഗമിട്ട് വേദനയിട്ട് ദണ്ഡിപ്പിക്കുന്നതായ ആ ആത്മാവിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അധികാരത്തോടെ കൽപ്പിക്കുന്നു. യേശുവിന്റെ കാൽ കീഴിലാണ് സകല ശക്തികളും. ഹല്ലേലൂയ. ശത്രുവേ, നീ ഏത് മണ്ഡലത്തിൽ ഒളിച്ചിരുന്നാലും ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ നിനക്ക് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ യേശുവിന്റെ ദൃഷ്ടിയുടെ മുൻപിൽ നിനക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയാത്തതാകിയാൽ ഇന്ന് പകൽക്കാലം തന്റെ മകളെ ഭാരപ്പെടുത്തുന്നതായ ആ വേദനയുടെ രോഗത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ഞങ്ങളതിനെ ബഹിഷ്കരിക്കുകയാണ്. യേശുവിന്റെ രക്തമുദ്ര വെച്ച് ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു കർത്താവേ. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യം അനുഭവിക്കട്ടെ. ഇനി മേലിൽ ആ പ്രയാസം തന്നെ ഭാരപ്പെടുത്തുവാൻ സ്വർഗം അനുവദിക്കാതെ ഹേ അന്ധകാര മണ്ഡലമേ, യേശുവിന്റെ നാമത്തിനെ ഭത്സിക്കുന്നു, വിട്ടുപോകാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ബീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ഷോൾഡറിന് വലിയ വേദനയാൽ ഭാരമെടുമെന്ന് കേട്ടുവല്ലോ. യേശുവിന്റെ നാമത്തിൽ ഹേ വേദനയുടെ ആത്മാവേ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഹേ പ്രതികൂലത്തിന്റെ ആത്മാവേ വിട്ടുമാറ. യേശുവിന്റെ നാമത്തിൽ ഏത് മേഖലയിൽ ഏത് തലത്തിൽ നീ കയറി വന്നതായാലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കാൽക്കീഴെ ചതച്ചു കളഞ്ഞുകൊണ്ട് പ്രിയ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുകയാണ്. പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. കൃപയെ പൊതിഞ്ഞുകൊള്ളുമാറാകണമേ. ഇന്ന് പകൽക്കാല ഭാരത്തോടെ വേദനയോടെ കടന്നു വന്ന നിന്റെ ജനത്തെ സൗഖ്യത്തോടും സമാധാനത്തോടും അയക്കുന്ന ദൈവ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടുത്ത ഒരാഴ്ച ജീവിക്കുവാനുള്ള ദൈവകൃപ അവിടെ ഞങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന മകൾ ജോലി ചെയ്യുമ്പോൾ കർത്താവെ, പോക്കില് വരവില് ബജാറിലായിരിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അവരായിരിക്കുന്ന മേഖലകളിൽ അവരെ കർത്താവ് എല്ലാ തലങ്ങളും ദൈവത്തിന്റെ വലിയ സുരക്ഷിതത്വം നിന്റെ മക്കളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ദേശത്തെ കരുതിക്കൊള്ളണമേ. ആ ദേശത്തോട് കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തിയ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ. കർത്താവെ മാത്യൂസ് ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് ജെമിസേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അവരായിരുന്നപ്പോൾ ചില പ്രയാസങ്ങൾ കർത്താവെ നിന്റെ മകൾക്ക് വന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം സൗഖ്യം കൊടുത്തുവല്ലോ. ക്ഷേമത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാൻ അല്ലെങ്കിൽ കർത്താവ് സ്നേഹം പങ്കുവെക്കുവാൻ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും അയർലൻഡിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വലിയ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. കൃഷി ഏൽപ്പിക്കുന്നു കർത്താവേ. അല്ലെ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. വലിയ ദൈവകൃപ കൊടുത്ത് അവരെയും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണം ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവെ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് കർത്താവിനെ ഒരുമിച്ച് കൂടി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനൊക്കെ ഈ ഭൂമിയുടെ ഉറപ്പിൽ സാവകാശം ഒരുക്കി ഞങ്ങളെ സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും നിറയ്ക്കും ദൈവദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയും ബഹുമാനം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന യാതിനും അങ്ങ് കേട്ടതിനാൽ നന്ദി. സകലതും ഞങ്ങൾക്കായി ജീവൻ നൽകിയ ക്രിസ്തുയേശു തമ്പുരാന്റെ മഹത്വമേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച സകല സത്യത്തിലും വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരോട് കൂടെയും ഇപ്പോൾ കടന്നു പോകുന്നതിൻ്റെ ജനത്തോടും ഇന്നു മുന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ്